നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരാലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആൽവർഗത്തിൽപ്പെട്ട ഒരു വൻമരമാണ് പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ. കടുത്ത ചൂടിൽ പക്ഷിമൃഗാദികൾക്കും വഴിപോക്കർക്കുമൊക്കെ അഭയം നൽകുന്ന പേരാൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി കരുതപ്പെടുന്നു. എല്ലാ വഴിവക്കിലും ഗ്രാമങ്ങളിലും പേരാൽ നട്ടുവളർത്താറുണ്ട്. മൊറേസി കുടുംബത്തിലെ ഫൈക്കസ് ജനുസിൽപ്പെട്ട ഒരു വൻമരമാണ് പേരാൽ. മകം നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷം കൂടിയാണ് പേരാൽ. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ആല്, പേരാല് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ പ്രധാനമായും ബനിയൻ ട്രീ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ ഫിഗ്, ബംഗാൾ ഫിഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ബനിയൻ ട്രീ എന്ന് പേര് വരാനുള്ള കാരണം പണ്ട് കച്ചവട ജാതിക്കാരായ ബനിയകൾ കച്ചവടത്തിന് പോകുമ്പോൾ വിശ്രമിക്കാനായിരുന്ന മരച്ചുവട്ടിൽ നിന്നാവണം ഈ പേര് വന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ന്യഗ്രോധ എന്നും ബഹുപാത എന്നും വടവൃക്ഷ വട എന്നുമൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ ബഡ എന്നാണ് വിളിക്കുക. കന്നഡ ഭാഷയിൽ ഇതിനെ ആലട എന്നും മര എന്നും വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ മാറിച്ചെട്ടു, പെട്ടിമാരി എന്നൊക്കെയാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ ആലമരം എന്നും ആലെന്നും വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിൽ ഇലകൊഴിയും ഈർപ്പവനങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ പേരാൽ ഉണ്ടാകാറുണ്ട്. പുറത്തു നിന്നും കൊണ്ടുവന്ന പേരാൽ മരങ്ങൾ ഹവായിയിലും ഫ്ലോറിഡയിലുമൊക്കെ നട്ടുവളർത്തിയിട്ടുണ്ട്. ഫ്ലോറിഡയിൽ പേരാലുകൾ ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഹവായിയിൽ പേരാലിൻ്റെ കടന്നലിനെ കൊണ്ടുവന്നിട്ടില്ലാത്തതിനാൽ അവിടെ പേരാലിൻ്റെ വ്യാപനം നിയന്ത്രിതമാണ്. ഹവായിയിലേക്ക് ആ കടന്നൽ വരാതിരിക്കാൻ അതീവ കരുതൽ എടുത്തിരിക്കുകയാണ്. ലോകത്താകെ നനവുള്ള ഉഷ്ണമേഖലകളിൽ പേരാൽ നട്ടുവളർത്തലിലൂടെ വ്യാപിച്ചിട്ടുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. ഗ്രാമാതിർത്തിയിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജലദൗർലഭ്യം ഉണ്ടാകാതിരിക്കാൻ ജലാശയങ്ങളുടെ കരയിൽ പേരാൽ നടണമെന്ന് വരാഹമിഹിരൻ ബൃഹത് സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദാബാദിൽ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലായത് വായുമലിനീകരണത്തിൽ പിടിച്ചു നിൽക്കാൻ മറ്റു മരങ്ങളേക്കാൾ കഴിവ് പേരാലിനുണ്ട് എന്നുള്ളതാണ്. വായുമലിനീകരണത്തെ ഇല്ലാതാക്കാനും ഏറ്റവും കഴിവുള്ള മരമാണ് പേരാലെന്ന് ആ ഗവേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ആൽമരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വരൾച്ചയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാപകമായി കേരളത്തിൽ ആൽമരങ്ങൾ മുറിച്ചു മാറ്റിയതും പകരം നട്ടുവളർത്താത്തതും ജലദൗർബല്യം വർദ്ധിപ്പിക്കാനിടയായതായിട്ട് പഠനങ്ങളിൽ കാണുന്നു. നിരവധി ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഈ വടവൃക്ഷം. ഇതിൻ്റെ വേരുപടലങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ കൊമ്പുകൾക്കിടയിലുമൊക്കെ നമ്മളറിയാത്ത ഒട്ടേറെ ജൈവ സമൂഹമുണ്ട്. വിവിധയിനം പക്ഷികളും ചെറുജീവികളും ഉരകങ്ങളുമൊക്കെ ചേർന്ന ഒരു ലോകം ഈ പേരാലിനോട് ബന്ധപ്പെട്ടുണ്ടാകും. ഇങ്ങനെ പല വിധത്തിൽ പേരാൽ വളരെയേറെ പ്രകൃതി മൂല്യമുള്ളതാണ് എന്ന് സാരം. ഇതിൻ്റെ രൂപവരണം നോക്കാം. പേരാൽ 50 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. പ്ലാവിലകളോട് സാമ്യമുള്ള, നന്നായി തെളിഞ്ഞു കാണാവുന്ന ജാലിക സ്ഥിര വിന്യാസമുള്ള മിനുസമുള്ള ലഘു ഇലകളാണ് പേരാലിൻ്റേത്. 5-8 ജോഡി പാർശ്വ സ്ഥിരകൾ കൂടി ഉണ്ടാകും. വരൾച്ചയുള്ള സമയത്ത് സ്ഥലത്ത് വളരുന്ന പേരാലിൻ്റെ ഇല മുഴുവനായി ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൊഴിഞ്ഞു പോകാറുണ്ട്. പുതിയ ഇലകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ജനുവരി മുതൽ മാർച്ച് വരെയാണ് പൂക്കാലം. പൂക്കളെല്ലാം ചെറുതാണ്. ആൺപൂവും പെൺപൂവും വെവ്വേറെയാണ്. ഓരോ ആൽമരത്തിനും പരാഗണം നടക്കണമെങ്കിൽ ഓരോ പ്രത്യേകതരം കടന്നലുകൾ ആവശ്യമാണ്. പേരാലിൻ്റെ കടന്നൽ എന്ന് പറയുന്നത് യുപ്രിസ്റ്റിന മാസോണി എന്ന കടന്നലാണ്. കായ വിളയാൻ 3 മാസം വേണ്ടി വരും. വിളഞ്ഞ കായ് ചുവന്നിരിക്കും. ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വ്യാസവും 1.25 ഗ്രാം തൂക്കവും ഉണ്ടാകും. പക്ഷികൾ കായ കൊത്തി വിഴുങ്ങാറാണ് പതിവ്. കാക്കകൾക്ക് ഇത് ഉത്സവകാലം പോലെയാണ്. ആലിമ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നൊരു ചൊല്ലുകൂടി ഉണ്ട്. വിത്ത് കേടുകൂടാതെ തന്നെ ഈ പക്ഷിമൃഗാദികളുടെ വിസർജ്യങ്ങളിലൂടെ വിസർജിക്കപ്പെടും.
മതിലിൻ്റെ വിടവുകളിലോ മരത്തിൻ്റെ പോടുകളിലോ ഒക്കെ വിസർജിക്കപ്പെടുന്ന വിത്തുകൾ മുളച്ചു വളരുന്നു. പക്ഷികൾ വിസർജിക്കുന്ന വിത്തുകൾക്ക് സാധാരണയായി ഉണ്ടാകുന്നതിനേക്കാൾ മുളയ്ക്കാനുള്ള ശേഷി കൂടുതലാണ്. വളർന്നു തുടങ്ങുന്നതോടുകൂടി വേഗത്തിൽ നിലത്തെത്തുന്ന വായവ വേരുകൾ, അതായത് കമ്പുകളിൽ നിന്ന് പോരുന്ന വേരുകൾ താങ്ങുവേരുകളാകുന്നു. ഈ താങ്ങുവേരുകൾ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ ആതിഥേയ മരത്തെ നശിപ്പിച്ചു കളയും. അതിനാൽ പേരാലിനെ കാട്ടിലെ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ടാണ് കണക്കാക്കുന്നത്. കൃത്രിമ പുനരുൽപാദനത്തിന് തൈകൾ പറിച്ചു നട്ടോ പതിവെച്ചോ അല്ലെങ്കിൽ കമ്പുകൾ വെട്ടി നട്ടോ ഒക്കെ പുതിയ തൈകളെ ഉണ്ടാക്കാവുന്നതാണ്. ഇനങ്ങളെ നോക്കാം. പേരാലിൻ്റെ ഒരു ചെറിയ വകഭേദമാണ് കൃഷ്ണനാല്. ഇലകൾ കുമ്പിള് കൂട്ടിയതുപോലെയായിരിക്കും. കൃഷ്ണൻ ചെറുതായിരിക്കുമ്പോൾ ഭക്ഷണം നൽകാനായിട്ട് കുമ്പിള് കൂട്ടിയതാണത്രേ. അതുകൊണ്ടാണ് ഇതിന് കൃഷ്ണനാൽ എന്ന പേരും ഉണ്ടായത്. പേരാലിൻ്റെ പൊതു ഉപയോഗങ്ങളെ നോക്കാം. പേരാൽ നല്ല തണൽ മരമാണ്. തടിക്ക് മങ്ങിയ വെള്ള നിറമാണ്. ഒരുവിധം കടുപ്പവുമൊക്കെ ഉണ്ട്. നന്നായി ഉണങ്ങിയ തടി ഫർണിച്ചറിന് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളത്തിൽ ദീർഘകാലം കേടുകൂടാതെ കിടക്കുന്നതുകൊണ്ട് കിണറിൻ്റെ അടിയിൽ പാകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. മണ്ണൊലിപ്പ് തടയാനും പേപ്പർ പൾപ്പ് ഉണ്ടാക്കാനും കാലിത്തീറ്റയ്ക്കായും എല്ലാം പേരാലിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫ്രഞ്ച് പോളിഷിൽ ചേർക്കുന്ന ഷെല്ലാക്ക് ഉണ്ടാക്കുന്നത് ആലിൽ ജീവിക്കുന്ന ചിലതരം കീടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നൂൽ പോലുള്ള പശ ഉപയോഗിച്ചിട്ടാണ്. മനോഹരമായ ഈ വൃക്ഷം ഒരു മികച്ച ഉദ്യാന വൃക്ഷമായി വളർത്തപ്പെടാറുണ്ട്. ബോൺസായി ആയും പേരാലിനെ ധാരാളം പേര് വളർത്താറുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഹിന്ദുക്കളുടെ പുണ്യവൃക്ഷമാണ് പേരാല്. പേരാലിൻ്റെ ഇലയിൽ കൃഷ്ണൻ വിശ്രമിക്കുന്നതായിട്ടാണ് സങ്കല്പം. പേരാലിൻ്റെ കൊമ്പിൽ യക്ഷഗന്ധർവാദികൾ വസിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പുണ്യവൃക്ഷത്തിൽപ്പെട്ടതാണ് പേരാല്. പുണ്യവൃക്ഷങ്ങൾ ചില ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു. പേരാലിൻ്റെ കാര്യത്തിൽ അത് വിഷ്ണു ദൈവമാണ്. ഉത്തരേന്ത്യയിൽ മിക്കവാറും പേരാലുകളുടെ കീഴെ ചെറുതോ വലുതോ ആയ ഒരു അമ്പലമുണ്ടാകും. ഇനി അമ്പലമില്ലെങ്കിൽ തന്നെയും ആ മരത്തെ തന്നെ പൂജിക്കാറുണ്ട്. വേദാന്ത തത്വോപദേശിയായ ദക്ഷിണാമൂർത്തി പേരാലിൻ്റെ തണലിലിരുന്നാണ് ജ്ഞാനോപദേശം നൽകിയത്. പേരാലിൻ്റെ ചുവട്ടിൽ വെച്ച് പിതൃശ്രാദ്ധം നടത്തുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. പ്രയാഗിലുള്ള ഒരു പേരാലിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ശ്രീരാമൻ അച്ഛൻ്റെ ശ്രാദ്ധം നടത്തിയത്. പേരാൽ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷമെന്നാണെന്ന് വിശ്വസിക്കുന്നു. വീടിൻ്റെ പൂർവ്വഭാഗത്ത് പേരാൽ ശുഭലക്ഷണമാണെന്നും പശ്ചിമഭാഗത്തായാലും ശത്രുബാധ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. പ്രേതബാധ മാറ്റാൻ പാണന്മാർ നടത്തുന്ന പാതാള ഹോമത്തിനും ഗർഭസ്ഥ ശിശു ആണാവാൻ കടിഞ്ഞൂൽ ഗർഭത്തിൻ്റെ 3-ാം മാസത്തിൽ ബ്രാഹ്മണ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന പുംസവനത്തിനും പണിയജാതിയിലുള്ളവർക്ക് അനന്തര ചടങ്ങുകൾ നടത്തുവാനുമൊക്കെ പേരാലിൻ്റെ കൊമ്പ് ഉപയോഗപ്രദമാണ്. പേരാലിൻ്റെ കായുടെ സർഗശക്തിയെ ആത്മാവിൻ്റെ അത്ഭുത പ്രതിഭാസത്തോട് ചാന്തോഗ്യോപനിഷത്തിൽ ഉപമിച്ചിട്ടുണ്ട്. പുരാതന പോളിനേഷ്യൻ സമൂഹങ്ങളിലും പേരാൽ പവിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചുറ്റും വീടുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗ്രാമം അല്ലെങ്കിൽ ചത്തുരത്തിലാണ് മതപരമായ ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത്. ഗോത്രത്തിലെ മരണമടഞ്ഞ പ്രമുഖ അംഗങ്ങളുടെ എല്ലുകൾ പൊതിഞ്ഞു കെട്ടി അതിൻ്റെ ചില്ലകളിൽ തൂക്കിയിട്ടിരുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. പേരാലിൻ്റെ രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ തൊലിയിൽ ടാനിൻ, വൈറ്റ്സ്, സാപ്പോണിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യം നോക്കാം. വേര്, തൊലി, ഇലകൾ, മുകുളം, പഴം, കറ, പാർശ്വവേര് എന്നിവയൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നാൽപ്പാമരങ്ങളിൽ ഒന്നാണ്. വായവമൂലത്തിൻ്റെ അതായത് പാർശ്വവേരിൻ്റെ അഗ്രഭാഗം കഠിനമായ ഛർദിക്കും ഗുഹ്യരോഗങ്ങൾക്കുമൊക്കെ നല്ലതാണ്. ത്വക്ക് രോഗങ്ങൾക്കും വയറിളക്കത്തിനും പ്രമേഹത്തിനും അൾസറിനും അലർജിക്കുമെല്ലാം പേരാൽ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, പേരാലിൻ്റെ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം ഉഷ്ണപ്പുണ്ണ് കഴുകുവാനായിട്ട് വളരെ നല്ലതാണ്. 2, പേരാൽ മൊട്ട് പാൽക്കഷായമായി കഴിച്ചാൽ വന്ധ്യത ശമിക്കുന്നതാണ്. ശോധനാദി ദേഹശുദ്ധി വരുത്തിയ ശേഷം പൗർണമി നാളിൽ പേരാലിൻ്റെ വടക്കുവശത്തെ കമ്പിൽ നിന്ന് തൊട്ടുരിയാടാതെ എടുത്ത 7 പേരാലിൻ്റെ മൊട്ടുകൾ ധാരോഷ്ണമായ പാലിൽ, അതായത് തിളപ്പിക്കാത്ത കറന്നെടുത്ത ചൂടോടുകൂടിയുള്ള പാലാണ്,
ധാരോഷ്ണമായ പാലെന്ന് പറയും. ആ പാലിൽ 7 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ വന്ധ്യത ശമിക്കുന്നതാണ്. ഒരു നിറമുള്ള അതും കുട്ടി ജീവിച്ചിരിക്കുന്നതും കുട്ടിയുടെ നെറ്റിയിൽ വെളുത്ത ചുട്ടിയുള്ളതുമായ പശുവിൻ്റെ പാലാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. 3, പേരാലിൻ്റെ തടിയിൽ തൂങ്ങിക്കിടക്കുന്ന വേര്, അതിനെ വിഴുതെന്ന് പറയാറുണ്ട്, വേട് എന്നും പറയാറുണ്ട്. അപ്പോൾ ആ വേര് കഷായം വെച്ച് കഴിച്ചാൽ ശരീര വളർച്ച മുരടിച്ച വാമനത്വം എന്ന അവസ്ഥ ശമിക്കുന്നതാണ്. 4, പുംസവനത്തിന് ഗർഭം ധരിച്ച് 2 മാസത്തിന് മുമ്പായി പൂയന്നാളിൽ പേരാൽ മൊട്ട് പാലിലരച്ച് തുണിയിലരിച്ച് 4 തുള്ളി മൂക്കിൽ നസ്യം ചെയ്യുക. വലതു മൂക്കിലൊഴിച്ചാൽ പുരുഷ കുഞ്ഞും ഇടതു മൂക്കിലൊഴിച്ചാൽ പെൺകുഞ്ഞും ജനിക്കുന്നതായിരിക്കും. നസ്യം ചെയ്താൽ കുറേ സമയത്തേക്ക് തുപ്പരുത്. കേശതൈലത്തിൽ പേരാലിൻ്റെ വിഴുത് ചേർക്കാറുണ്ട്. 5, പേരാൽ തൊലിക്കഷായത്തിൽ കരിങ്കുറിഞ്ഞി കൽക്കമായി എണ്ണ കാച്ചി അത് കരിഞ്ഞു തുടങ്ങുന്ന പാകത്തിൽ എടുത്ത് വെള്ളപ്പാണ്ടിൽ പുരട്ടി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ശമനം കണ്ടു തുടങ്ങുന്നതാണ്. 6, പേരാലിൻ്റെ വിടുവേരിൻ്റെ അഗ്രം ചതച്ച് പിഴിഞ്ഞ നീര് കൊടുത്താൽ കഠിനമായ ഛർദി ശമിക്കുന്നതാണ്. 7, തൊഴുത്തിൻ്റെ കിഴക്കുവശത്തുള്ള പേരാലിൻ്റെ വടക്കുവശത്തെ കൊമ്പിൽ നിന്നും 2 പേരാൽ മുട്ടെടുത്ത് 2 ഉഴുന്നും 2 വെളുത്ത കടുകും 1 കയ്യിൽ കൊള്ളുന്ന തൈരിൽ അരച്ച് പൂയം നക്ഷത്രത്തിൽ അതിരാവിലെ ശുദ്ധിയോടെ സേവിച്ചു കഴിഞ്ഞാൽ വന്ധ്യ കൂടി പ്രസവിക്കും എന്നാണ് ചക്രതത്വം പറയുന്നത്. 8, ധാതുപുഷ്ടിക്ക് പേരാലിൻ്റെ പഴം പശുവിൻ പാലിൽ 1 മണ്ഡലക്കാലം കൊടുത്തു കഴിഞ്ഞാൽ ധാതുപുഷ്ടി ഉണ്ടാകുന്നതാണ്. 9, മൂലികാബന്ധന വിധി അനുസരിച്ച് പാപമോചനാദി ക്രിയകൾ നടത്തി കാപ്പുകെട്ടി ധൂപദീപ ദർപ്പണാദികൾ ചെയ്ത് മുറിച്ചെടുത്ത പേരാലിൻ്റെ വിഴുത് അന്തർധൂമമായി കരിച്ചെടുത്ത കരി കൊണ്ട് ദിവസവും തിലകം തൊട്ട് കഴിഞ്ഞാൽ വിഷാദം, ഉത്കണ്ഠ, നിരാശ മുതലായ മാനസിക അസ്വസ്ഥതകൾ ശമിക്കും, നല്ല വിൽപവർ ഉണ്ടാവുകയും ചെയ്യും. 10, പേരാലിൻ്റെ കായും കറയും ചേർത്ത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ കാലിലുണ്ടാകുന്ന വിണ്ടുകീറൽ മാറുന്നതാണ്, അല്ലെങ്കിൽ വെടിച്ചു കീറൽ എന്ന് പറയും, അത് മാറുന്നതാണ്. 11, അണലി കടിച്ചുണ്ടാകുന്ന വിഷവികാരങ്ങൾ മാറുന്നതിന് 40 പട്ട കഷായം ഇട്ട് സേവിക്കുകയും അത് ധാര കോരുകയും ചെയ്യുന്നത് ശമനം നൽകുന്നതാണ്. പാർശ്വഫലങ്ങളെ നോക്കാം. വളരെ അപൂർവമായി ചിലർക്ക് പേരാലിൻ്റെ പാൽ പോലെയുള്ള കറ തൊലിയിലും കണ്ണിനുമൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട്. അത് വളരെ അപൂർവമാണ്. ഈ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ നേതൃത്വത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.